ഒരു ദിവസം ലഞ്ചിന് പീച്ചിങ്ങ കറി കൊണ്ടുപോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ചോദിക്കുകയാണ്, ഇതെന്താ സാധനം? ഞാൻ പീച്ചിങ്ങ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് സാധനം അറിയില്ല. ഇനി അവരുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരായിരിക്കുമെന്ന് കരുതി ഞാൻ ആകൃതി പ്രകൃതിയൊക്കെ വിവരിച്ചു. അവസാനം ഫോട്ടോയും കാണിച്ചു. അവളുടെ നാട്ടിൽ ഷോപ്പിൽ പോലും ഇങ്ങനൊരു സാധനം അവൾ കണ്ടിട്ടില്ല അത്രേ. സത്യത്തിൽ വെജിറ്റബിൾ അവൾക്ക് അറിയില്ല. അപ്പം പിന്നെ ഇത് അവൾക്കൊരറിവായിരിക്കട്ടെ അല്ലേ? അവൾക്ക് മാത്രമല്ല, ഈ സാധനം അറിയാത്ത എല്ലാവർക്കും ഇതൊരു അറിവായിരിക്കട്ടെ. ഇത് പടർന്ന് വളരുന്ന തരത്തിലുള്ള ഒരു പച്ചക്കറിയാണ്. വിത്ത് നട്ടാണ് നമ്മൾ മുളപ്പിക്കുന്നത്. ക്ലൈംബർ പ്ലാന്റ് ആണ്, അതായത് മുകളിലേക്ക് ഏതെങ്കിലും താങ്ങിലൊക്കെ പിടിച്ചു കയറി വളരും. ഇതിൻ്റെ പൂവുകൾക്ക് മഞ്ഞ നിറമാണ്. ആൺപെൺ പൂവുകൾ പ്രത്യേകം ഉണ്ടാകും. അതായത് ആൺപൂ വേറെ പെൺപൂ വേറെ ഒരേ സസ്യത്തിൽ തന്നെ വിരിയും. സന്ധ്യയാകുമ്പോഴാണ് പൂവുകൾ സാധാരണയായിട്ട് വിരിയുക. ഇവിടെ നമ്മുടെ ചെടിയിൽ നോക്കിയാൽ കാണാം, നിറയെ ഉറുമ്പുകളാണ്. വലുതും ചെറുതുമായ ധാരാളം ഉറുമ്പുകളും പ്രാണികളും എല്ലാം ഉണ്ടാകും. സത്യത്തിൽ ഇത് നമ്മുടെ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഇവർ തന്നെയാണ് എല്ലാ പൂവുകളിലും കയറി ഇറങ്ങി നടന്ന് പരാഗണത്തിന് നമ്മളെ സഹായിക്കുന്നത്. പരാഗണം നടന്നു കഴിഞ്ഞാൽ പെൺപൂക്കൾ നീണ്ടു വളർന്ന് കായായിട്ട് മാറും. അധികം മൂപ്പാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് പാചകത്തിന് ഉപയോഗിക്കാം. വെയ്റ്റ് മാനേജ്മെൻറ്റിനൊക്കെ വളരെ നല്ലൊരു ചോയ്സാണ് പീച്ചിങ്ങ. ഹൈ ഫൈബർ കണ്ടൻറ്റ്, ലോ കലോറിഫിക് വാല്യൂം ഒക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ആവശ്യത്തിന് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം ഉള്ളതുകൊണ്ടും നല്ലൊരു ചോയ്സാണിത്. പീച്ചിങ്ങ മൂത്ത് കഴിഞ്ഞാൽ ചകിരി പോലെയാകും. അത് പിന്നെ ലൂഫയായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് പീച്ചിങ്ങ അറിയാമായിരുന്നോ? ഇനി നിങ്ങളുടെ അറിവുകളും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. കമൻറ്റ്